ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാവിലത്തെ ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ അടുക്കളയിൽ കയറി കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ കുക്കറിനകത്ത് അടുപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഒരുവിധം നീളം ഒക്കെ പോലെയില്ലേ, അതുപോലെയാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ ബീട്രൂട്ടൊക്കെ വേഗം അരിഞ്ഞെടുക്കാവേ. അങ്ങനെ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ ചോറ് കുക്കറിനകത്ത് വെച്ച് ചോറാണെങ്കിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി വെക്കുന്ന പോലെ തന്നെ അങ്ങ് മെഴുക്ക് പുരട്ടി വെച്ച് കിട്ടാം. പിന്നെ ഞാനാണെങ്കിൽ ബീട്രൂട്ടൊക്കെ മെഴുക്ക് പുരട്ടി വെക്കുമ്പം കടുക് താളിച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കൂട്ടത്തിൽ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് മെഴുക്കുവരട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മെഴുക്കുവരട്ടികളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം വെളുത്തുള്ളി ചതച്ച് ഇടുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിന് വെളുത്തുള്ളി ചതച്ചിട്ടും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടും സവോളയും പച്ചമുളകും ഉണ്ടായിരുന്നേ, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, വെള്ളമൊന്നും ഒഴിക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല വാടാത്ത ഫ്രഷ് ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേഗം റെഡിയാവേ. പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ജനുവരി മാസം തുടങ്ങിയപ്പോഴത്തേക്കിന് തന്നെ ജനുവരി കാറ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലേ. രാവിലെ തുടങ്ങുന്ന കാറ്റ് ഏകദേശം 2 മണി 2-2:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ ഞാൻ അടുക്കളയിലെ പരിപാടിക്കിടയിൽ വെളിയിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല കാറ്റാണ്. നിങ്ങൾക്കൊക്കെ നാട്ടിൽ ഇതുപോലെ കാറ്റൊക്കെ വീശുന്നുണ്ടോ? ജനുവരി കാറ്റൊക്കെ തുടങ്ങിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ റൂമിനകത്ത് വന്നിരുന്ന് ഡോറൊക്കെ അടച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കാറ്റിൻ്റെ സൗണ്ട് കാരണം ഭയങ്കര ഇതായിരിക്കും കേട്ടോ, നമുക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ കാറ്റൊക്കെ നോക്കിയിട്ട് വന്ന് അടുക്കളയിൽ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഇളക്കി അങ്ങനെ ബീട്രൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി എടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കലക്കി എടുക്കുമ്പോഴത്തേക്കിന് ഗോതമ്പ് പൊടിക്കകത്ത് കട്ട പിടിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് കറക്കി കഴിയുമ്പോഴത്തേക്കിന് ആ കട്ടയെല്ലാം മാറി നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കലക്കിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല ലൂസായി നല്ല ഇതിൽ വരും കേട്ടോ.
അപ്പോൾ അങ്ങനെ ദോശമാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോറിൻ്റെ വിസിലൊക്കെ പോയി ചോറ് വേറൊരു പാത്രത്തിൽ കുക്കറിനകത്തുനിന്ന് മാറ്റി വേറെ പാത്രത്തിലിട്ട് വാർത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇപ്പം ചോറ് വെച്ചപ്പോഴത്തേക്കിന് ചോറിന് കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വെള്ളം കുറവ് വരുന്ന ദിവസം ചൂടുവെള്ളം തിളപ്പിക്കും കേട്ടോ. ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കത്തില്ലേ, ചൂടുവെള്ളം ഒഴിച്ച് ചോറങ്ങ് വാർക്കും കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ വെള്ളമൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെള്ളം കുറവ് കാണുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ അടുപ്പയിൽ അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് വേറെ കലത്തിനകത്തേക്ക് മാറ്റിയിട്ട് കുക്കറിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചോറങ്ങ് വാർത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ കുക്കറിനകത്ത് തന്നെ സാമ്പാർ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ദോശയ്ക്ക് കറി സാമ്പാർ, പിന്നെ ചോറിനും കറി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചേ. ചോറൊക്കെ വാർത്തിട്ടതിന് ശേഷം കുക്കറിനകത്തേക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ കഴുകി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ തലേദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായതുകൊണ്ട് ഞാൻ അങ്ങനെ തലേദിവസം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. രാവിലെ അന്നേരം എളുപ്പമാവുമേ. അപ്പോൾ കണ്ടില്ലേ, നല്ല കാറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ജനൽ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ജനലെല്ലാം തുറന്ന് ഡോറെല്ലാം തുറന്നിടുന്നതാണ്. അപ്പോൾ ഇന്നൊക്കെ നല്ല കാറ്റായതുകൊണ്ട് ഞാൻ ജനലൊന്നും തുറന്നിട്ടില്ല. ആ ഒരു ജനൽ മാത്രമേ തുറന്നിട്ടുള്ളൂ. അങ്ങനെ പരിപ്പൊക്കെ വിസിൽ വന്നു കേട്ടോ. അടുപ്പേ വെച്ചത്. പിന്നെ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പരിപ്പ് വെന്ത് റെഡിയായി വരുന്ന സമയം ദോശയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശ നന്നായിട്ട് ക്രിസ്പി അല്ല, നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ദോശ കഴിക്കാൻ. അപ്പം ഗോതമ്പ് ദോശ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തീരെ നൈസായിട്ട് കനം കുറച്ച് നല്ല മൊരിച്ചെടുക്കും കേട്ടോ. അപ്പം മൊരിച്ചെടുക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗോതമ്പ് ദോശ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കുവാണ് കേട്ടോ ദോശയെ. അപ്പം നിങ്ങളൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നൈസായിട്ടൊക്കെയാണോ ഉണ്ടാക്കുന്നത്? അപ്പം എനിക്ക് ഒത്തിരി കട്ടി കൂടി ദോശ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ഞാൻ കട്ടി കുറച്ച് തീരെ നൈസായിട്ട് നല്ല മൊരിച്ചങ്ങ് എടുക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ കുക്കർ തുറന്ന് പരിപ്പിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ കഷ്ണവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം സാമ്പാർ കഷ്ണം ഞാൻ രാത്രിയിൽ അരിഞ്ഞ് വെച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ സാമ്പാർ കഷ്ണം എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാത്തത്. അപ്പം ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് സാമ്പാർ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുരിങ്ങയ്ക്കായൊന്നും ഇപ്പം ഇല്ല. മുരിങ്ങയ്ക്കയൊക്കെ കിട്ടാൻ ഇപ്പം ഇച്ചിരി പാടാണ്. മുരിങ്ങയ്ക്കയുടെ സീസൺ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിലയായതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ സാമ്പാർ കഷ്ണം എല്ലാം ഇളക്കി കുക്കർ അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ ഒരു വിസിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കുക്കറിനകത്ത് നമ്മുടെ സാമ്പാർ കഷ്ണം എല്ലാം വെന്ത് അങ്ങനെ സാമ്പാറൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാറിന് നല്ലൊരു പ്രത്യേക മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളെ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഈ ചെറിയ കുഞ്ഞു വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് വെച്ച് വേഗം തന്നോണേ. ഇനി നമുക്ക് നല്ല അടുത്ത ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.